السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أنبياء المرسلين وعلى آله أصحابه أجمعين. أما بعد. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പുണ്യങ്ങളുടെ പൂക്കാലവുമായി ഒരു മാസക്കാലം നമ്മളിൽ നിന്നും വിട പറയുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ചിന്തിക്കുക, ഞാൻ ഈ പുണ്യങ്ങളുടെ പൂക്കാലവുമായി കടന്നു വന്ന റമദാനിൽ ഖുർആനിൻ്റെ സന്ദേശം എത്രമാത്രം സ്വീകരിച്ചു, എന്തെല്ലാം ചെയ്തു എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാൽ, തറാവിയെ നമസ്കരിച്ചു, ദാനധർമ്മങ്ങൾ നടത്തി, കഴിവിൻ്റെ പരമാവധി ദീനിനു വേണ്ടി പ്രവർത്തിച്ചു, ജമാഅത്തായിക്കൊണ്ട് തന്നെ പള്ളിയിൽ ഓരോ വകുപ്പിലും നമ്മളും പങ്കെടുത്തു, ഖിയാമുൽ ലൈൽ നമസ്കാരം നടത്തി, ഇങ്ങനെ പലതും നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ നമുക്ക് ധാരാളം അവസരം കിട്ടി, നമ്മൾ ചെയ്തു തീർത്തു. ഇത് നമ്മളെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ, നിന്റെ നിർദ്ദേശപ്രകാരം, നിന്റെ സന്ദേശപ്രകാരം ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ സ്വയം എല്ലാവരും ചിന്തിക്കുകയാണ്. എന്നാൽ ഇതിനുള്ള പ്രതിഫലം നാളെ പരലോകത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും പാകപ്പിഴവുകളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, റമദാനോട് സഹകരിക്കേണ്ട രീതിയിൽ സഹകരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നമുക്കെല്ലാവർക്കും അത് വിട്ടുകൊടുത്ത് മാപ്പാക്കി നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെയും നമ്മളെ കുടുംബങ്ങളെയും അള്ളാഹു ഇഹത്തിലും പരത്തിലും എല്ലാവിധ നന്മകളും ചൊരിഞ്ഞുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, പുണ്യങ്ങളുടെ പൂക്കാലം, ഖുർആനിൻ്റെ സന്ദേശം എന്ന ഒരു ശീർഷകത്തിൽ ഞാനൊരു പ്രബന്ധം അവതരിപ്പിക്കാം എന്ന് 2-3 മാസങ്ങൾക്ക് മുമ്പേ റമദാനിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു. അത് നമ്മളെ ഗ്രൂപ്പിലുള്ള പണ്ഡിതന്മാരും സാധാരണക്കാരും എല്ലാ സുഹൃത്തുക്കളും എന്നോട് ചോദിക്കാറുണ്ടായി, എന്താണ് നിങ്ങളെ പ്രബന്ധം അവതരിപ്പിക്കാത്തത്? സത്യത്തിൽ ഞാനത് പറഞ്ഞത് എൻ്റെ ആഗ്രഹമായിരുന്നു, അങ്ങനെ ഒരു പ്രബന്ധം അവതരിപ്പിക്കണം എന്ന ഒരാഗ്രഹം കൊണ്ട് തന്നെയായിരുന്നു ഞാനത് പറഞ്ഞത്. പക്ഷേ പല സാങ്കേതിക തടസ്സങ്ങളും കാരണം അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ ഒരല്പം അതിൻ്റെ ചിന്തയിലേക്ക് ഞാൻ വന്നത്, എല്ലാവരും എന്നോട് ചോദിച്ചതുമാണ്, എന്താണ് നിങ്ങൾ അങ്ങനെ ഒരു പ്രബന്ധം അവതരിപ്പിക്കാത്തത്? എന്താണ് നിങ്ങൾ പുണ്യങ്ങളുടെ പൂക്കാലവുമായി ഖുർആനിൻ്റെ സന്ദേശം എന്നും പറഞ്ഞ് നിർത്തി, അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാൻ കഴിയാത്തത് എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിരുന്നു നമ്മളെ ഗ്രൂപ്പിൽ തന്നെ. അൽഹംദുലില്ലാഹ്, പ്രവർത്തനങ്ങളിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. എന്താണ് പ്രവർത്തിച്ചത്? നല്ല നാളേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, അള്ളാഹു സ്വീകരിക്കട്ടെ. പിന്നെ എന്താണ് ഖുർആനിൻ്റെ സന്ദേശം? ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ എന്താണ് നമ്മളോട് നിർദ്ദേശിക്കുന്നത്? എന്താണ് ഖുർആനിൻ്റെ നിർദ്ദേശം? എന്താണ് ഖുർആനിൻ്റെ സന്ദേശം? ഇത് നമ്മളൊന്ന് വിലയിരുത്തി തന്നെ വേണമല്ലോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ 6000-ൽ പരം ആയത്തുകളിലൂടെ, 114 സൂറത്തുകളിലൂടെ, അള്ളാഹുവിൻ്റെ വചനങ്ങളായ 75,000-ൽ പരം വചനങ്ങളിലൂടെ നമുക്ക് നിർദ്ദേശം നൽകുന്ന ഒട്ടനവധി കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും, മരണത്തിന് ശേഷമുള്ളതും നമ്മളെ പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരും തന്നെ വളരെ ദുർലഭമായിരിക്കും. ഏതെങ്കിലും ഒരു തരത്തിൽ തെറ്റുകാരായിക്കൊണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ടാവും.
പക്ഷെ അതെല്ലാം അള്ളാഹുവാണ് നമുക്ക് പുറത്തു തരേണ്ടത്. അള്ളാഹു പ്രത്യേകം പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് എടുത്ത് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. സൂറത്ത് ഹജ്ജിലാണെന്ന് തോന്നുന്നു. ഏതായാലും അങ്ങനെ ഒരു ആയത്തുണ്ട്. നസൂഹായ ഒരു തൗബ നിങ്ങൾ ചെയ്യും, ഈ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. നസൂഹായ ഒരു തൗബ. എന്താണ് നസൂഹ്? വളരെ ക്ലിയറായ മനസ്സ് ഒരു വെള്ള പേപ്പറിനോട് നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ അതാണ് നസൂഹായ തൗബ. പിന്നെ ആ മനസ്സിലേക്ക് കളങ്കങ്ങൾ വലിയ അല്ലെങ്കിൽ ബാക്കി വെക്കുക ചെയ്യാത്ത ഒരു തൗബ. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാൻ നമ്മളോട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം തെറ്റുകൾ ചെയ്ത ആളുകളാണെങ്കിലും അള്ളാഹു അത് അവർക്ക് പുറത്തു കൊടുക്കാം എന്ന രീതിയിലാണ് ആ തൗബയെ നമ്മൾ കാണേണ്ടത്. അതിനും കൂടിയുള്ള ഒരു അവസരമാണ് ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിൽ നമുക്ക് കഴിഞ്ഞു പോയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞല്ലോ, തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാകാം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് നിസായിലെ 59-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തണം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറദ്ദൂ ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല. ഈ ആയത്ത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ആയത്ത് കൂടിയാണ്. എന്നാൽ മറ്റുള്ള ആയത്തുകളൊന്നും ചിന്തിക്കേണ്ടതല്ല. ഈ ആയത്തിനെ പറ്റി നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, നിങ്ങൾ നിങ്ങളെ രക്ഷകർത്താക്കളെയും അനുസരിക്കുക. നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ പരലോകത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നേരിട്ടാൽ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടക്കണം. കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ എത്രമാത്രം ഉണ്ടെങ്കിലും അതിൽ നിന്നും നമ്മൾ വിരമിക്കണം. എന്നിട്ട് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങണം. കാരണം അതാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ, നിങ്ങളുടെ ഇടയിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ മടങ്ങേണ്ടത് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അവിടെ മറ്റാരിലേക്കും എന്ന് പറഞ്ഞിട്ടില്ല. ഇമാമിങ്ങളിലേക്കെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പണ്ഡിതന്മാരിലേക്കെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങണം എന്നാണ്. അപ്പൊ നമ്മൾക്ക് പല സംശയങ്ങളും ദീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദീനിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് സംശയങ്ങൾ വരുന്നുണ്ട്. ഇത് ദീനിൽ ഉൾക്കൊള്ളേണ്ടതാണോ അല്ലേ? അപ്പൊ ആ സംശയങ്ങൾ തീർക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അതിന് അള്ളാഹു എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ അള്ളാഹു നമ്മളോട് എന്ത് കൽപ്പിച്ചു, അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ ആ കാര്യത്തിൽ എന്ത് പഠിപ്പിച്ചു, അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച സഹാബത്തുകൾ എന്ത് ചെയ്തു എന്നാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടതും മടങ്ങാൻ പറഞ്ഞതും അതിനു വേണ്ടിയാണ്. അപ്പം അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങി നമ്മൾ ഒരു കാര്യം നമ്മളെ മുമ്പിൽ കാണുകയാണ്. നമ്മളൊരു ഉദാഹരണം പറയട്ടെ. നമ്മളെ മുമ്പിലുള്ള മുസ്ലിമീങ്ങളിൽ തന്നെ പെട്ട ആളുകൾ എന്തെങ്കിലും മതത്തിൽ കൂട്ടിച്ചേർത്തൊരു കാര്യം ചെയ്യുന്നത് കണ്ടാൽ അപ്പം തന്നെ നമുക്കൊരു സംശയം വരികയാണ്. ഇത് മതത്തിലുള്ളതാണോ, ദീനിൽ ഉൾക്കൊള്ളേണ്ട കാര്യം തന്നെയാണോ എന്ന് ആ സംശയം വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധ ഖുർആനിലൊന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ അള്ളാഹിന്റെ റസൂലിന്റെ ചര്യയിലേക്കും ഒന്ന് പരിശോധിക്കണം. ഇത് നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ലല്ലോ. ഖുർആൻ പരിശോധിക്കാനും അതുപോലെ ഹദീസ് പരിശോധിക്കാനൊന്നും നമുക്ക് ചിലപ്പം കഴിഞ്ഞോളണമെന്നില്ല. എന്നാൽ അത് അറിയുന്ന ആളുകളോട് ചോദിച്ചെങ്കിലും നമ്മൾ പഠിക്കണം. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ മടങ്ങുമ്പോൾ നമ്മൾ കുറേ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മുക്തരാവും. ഇതാണ് സത്യം. അതുപോലെ ഖുർആനിന്റെ സന്ദേശം 6000-ൽ പരം ആയത്തുകളിലൂടെ നമ്മളെ പല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടേയില്ല എന്നെ ആരാധിക്കാനല്ലാതെ എന്ന് അള്ളാഹു എടുത്തു പറയുന്ന ആയത്ത്. അതുപോലെ പല ആയത്തുകളും നമുക്കറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ അയാളോട് പറഞ്ഞതാണ്, നമ്മളെ മാർഗം തെറ്റി സഞ്ചരിച്ചാൽ നമ്മൾ നാളെ പരലോകത്ത് നഷ്ടത്തിലേക്ക് പോവുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിച്ച് നോക്കണം. അതെനിക്ക് കുറേ പ്രായമല്ലോ, ഇനി എപ്പോഴാണ് നോക്കുക, ഇനി നോക്കിയിട്ട് എന്ത് കാര്യമാണ്, ഈ വന്നതുപോലെ പോട്ടെ എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടാകാൻ പാടില്ല. കഴിവിൻ്റെ പരമാവധി എത്ര പ്രായമായാലും വേണ്ടില്ല, അപ്പോഴെങ്കിലും മടങ്ങാൻ ശ്രമിക്കണം. ബുദ്ധി ഉണ്ടല്ലോ, മടങ്ങാലോ. അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഞാൻ ബുദ്ധി തന്നില്ലേ, നിങ്ങൾക്ക് ഞാൻ അറിവ് തന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നില്ലേ. അപ്പം അതിന് നമ്മൾ എന്ത് മറുപടി പറയും? തന്നില്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഒരു 100 റുപ്യേൻ്റെ സാധനം മേടിച്ചിട്ട് അത് 110 വിൽക്കാൻ കഴിയുന്ന ബുദ്ധി നമുക്കുണ്ട്, അതിനുള്ള കഴിവല്ല നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലത്തെ കഴിവ് തന്നെയായി തന്നത്. ആ കഴിവ് നമ്മൾ സ്വന്തം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഇത്രയും എത്തിച്ച അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമുക്ക് എന്തുകൊണ്ട് പരിശോധിച്ചുകൂടാ? അള്ളാഹിന്റെ റസൂൽ എന്താണ് നമ്മളെ അക്കാര്യത്തിൽ പഠിപ്പിച്ചത് എന്ന് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? അതിന് മാത്രമേ നമുക്ക് പ്രായം കൂടിപ്പോയി, അല്ലെങ്കിൽ സമയമില്ല, ഇനിയിപ്പോൾ ഇങ്ങനെ പോട്ടെ എന്നൊക്കെ വെക്കുന്ന ഏത് അർത്ഥത്തിലാണെന്ന് മനസ്സിലാവില്ല. ഏതായാലും അങ്ങനെയല്ല വേണ്ടത്. ഏത് പ്രായമായാലും എന്തൊരു സാഹചര്യം ആയാലും അത് നമ്മൾ മുന്നിൽ കാണണം. ഏത്? പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. അതിലൂടെയാണ് നമ്മളെ പുണ്യങ്ങളൊക്കെ നമുക്ക് നേടാൻ കഴിയുള്ളൂ. അയാൾ പറഞ്ഞിട്ടല്ലേ ഞാനിത് ചെയ്തത് എന്ന് വിലപിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ വിലപിച്ചിട്ട് കാര്യമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടേണ്ടതുണ്ട്. ആ ചിന്ത നമ്മളെ മനസ്സിൽ എപ്പോഴും വേണം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് പ്രായമോ സമയമോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവരെ ചിന്തിക്കും, മനസ്സിലാക്കും, അത് ഉൾക്കൊള്ളും ചെയ്യും. അങ്ങനെ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും കഴിവും ആഫിയത്തും ദീർഘായുസ്സും അറിവും നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മൾ ഇതുവരെ ചെയ്തത്, ഈ ഒരു റമദാനിൽ ഇതേവരെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ, തറാവി നമസ്കരിച്ചിട്ടുണ്ട്, ഒഴുത്തിന് പള്ളിയിൽ എല്ലാവരുടെ കൂട്ടത്തിലും ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ട്, ഖിയാമുൽ ലൈൽ നമസ്കരിച്ചിട്ടുണ്ട്, ഇത്തിഖാഫ് ഇരുന്നിട്ടുണ്ട്, ഖുർആൻ കഴിവിൻ്റെ പരമാവധി പാരായണം ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ നമുക്ക് പ്രതിഫലം വേണമല്ലോ. ആ പ്രതിഫലം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകും. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അണുമണിയോളം നമ്മൾ എന്ത് നന്മയാണോ ഇവിടെ ചെയ്തത് അതിനുള്ള പ്രതിഫലം നമുക്ക് നാളെ കാണപ്പെടും. അണുമണിയോളം എന്ത് തിന്മയാണോ നമ്മൾ ചെയ്തത് അതിനുള്ള പ്രതിഫലവും കാണപ്പെടും. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ചെയ്തു വന്ന ഈ അമലുകളൊക്കെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. മേൽ പറഞ്ഞതുപോലെ സക്കാത്ത് നൽകിയിട്ടുണ്ട്, സദഖ കൊടുത്തിട്ടുണ്ട്, എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിവിൻ്റെ പരമാവധി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതെല്ലാം ചെയ്താലും ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ? അള്ളാഹു സ്വീകരിച്ചാലല്ലേ ഇതിനൊക്കെ പ്രതിഫലമുള്ളൂ. സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു പറഞ്ഞ സ്ഥലത്ത്, പറഞ്ഞ രീതിയിൽ, പറഞ്ഞ അതേ കാര്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുകയും വേണം. അതെന്താണ് അള്ളാഹു പറഞ്ഞത്? അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസം നമ്മൾക്ക് വേണം. അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസം ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാതാകുന്നത്? മുസ്ലിമായ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ചെറിയ ഒരാൾ ഒരിക്കലും വഴിതെറ്റി പോവില്ല, അവർക്ക് ഒരിക്കലും ശിർക്ക് വന്നു പോവില്ല, അവരൊരിക്കലും പരലോകത്ത് പരാജയപ്പെടില്ല എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടെങ്കിലും അള്ളാഹു തീർത്ത് പറയുന്നത് അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കാത്തവർ, അള്ളാഹുവിൻ്റെ റസൂലിൽ പൂർണ്ണമായി അംഗീകരിക്കാത്തവർ ഒരിക്കലും എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് അള്ളാഹു തീർത്ത് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ ആ പൂർണ്ണമായിട്ട് അംഗീകരിക്കേണ്ടത്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നമ്മൾ ഒതുങ്ങി നിൽക്കണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒതുങ്ങി നിൽക്കാത്തടത്തിലോളം കാലം എത്ര നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് എങ്കിൽ നമ്മൾ പരാജയത്തിലേക്കാണ് പോവുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അത്രമാത്രം അർത്ഥമുണ്ട്.
ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹു അള്ളാഹു ഒഴികെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇലാഹിനെ അവിടെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു അല്ലാത്തൊരു ഇലാഹിനെ നമ്മൾ ഒരു കാര്യത്തിനും സ്വീകരിക്കാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. എന്താണ് മറ്റൊരു ഇലാഹ്, അള്ളാഹു അല്ലാത്തൊരു ഇലാഹ് എന്താണെന്ന് ചിലരെല്ലാം ചോദിക്കും. നമ്മളാരും അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നില്ല, അള്ളാഹുവിനോടല്ലാതെ ദുആ ചെയ്യുന്നില്ല, അള്ളാഹുവിനോടല്ലാതെ നമ്മൾ രക്ഷ തേടുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ അള്ളാഹുവിന് പുറമെയും ഉള്ള ചില മരണപ്പെട്ടു പോയ ആളുകളോട് വരെ രക്ഷ തേടുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു, അവരോട് സഹായത്തിന് തേടുന്നു, ഇതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മളും ഒരു കാലത്ത് അതിലൊക്കെ അകപ്പെട്ടു പോയ ആളുകളാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ അള്ളാഹു കൽപ്പിക്കാത്ത, അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും ദീനിൽ കടത്തിക്കൂട്ടിയ ആളുകളുടെ കൂട്ടത്തിൽ അതിനോടനുബന്ധിച്ച് നമ്മൾ കൂടി ചേർന്ന് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോയ ആളുകളായിരുന്നു. പക്ഷെ അള്ളാഹു നമ്മളോട് പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ എന്ന് പറഞ്ഞ ആ നസൂഹായ തൗബ എന്ന് നമ്മൾ ധരിച്ചുകൊണ്ട് ചെയ്ത ആ തൗബയോടുകൂടി നമ്മൾ അതിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഫൈൻ തനാസത്തും ഫൈൻ ഫറദൂഹു ഇലല്ലാഹി റസൂൽ, അള്ളാഹുലേക്ക് റസൂലിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് നമ്മളെ ആദർശ ബന്ധുക്കളായ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ആ ആദർശത്തിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ മറ്റുള്ളൊരു ഇലാഹിനെ സ്വീകരിക്കുന്ന ഒരു പരിപാടി നമുക്ക് പാടില്ല എന്നത് നമുക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കുക തന്നെ വേണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നമ്മൾ മറ്റുള്ള ഇലാഹുകളെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം 18 പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നുണ്ട്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പറയുന്ന നമ്മളിൽ പലരും തന്നെ അതിനെ ലംഘിക്കുന്നുണ്ട്, ആ ആയത്തിനെ ലംഘിക്കുന്നുണ്ട്, അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്ത പ്രതിജ്ഞ നമ്മൾ ലംഘിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലംഘനം നമ്മൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പരാജയത്തിലേക്ക് പോകും. അപ്പം അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ നമ്മൾ എത്രയോ വയലുകൾ കേട്ട്, എത്രയോ കാസറ്റുകൾ കേട്ട്, എത്രയോ പണ്ഡിതന്മാരെ പ്രസംഗങ്ങൾ കേട്ട്, എന്നിട്ടൊന്നും നമ്മളെ ചെവിയിലേക്ക് ഇതൊന്നും കയറിയില്ല, നമ്മളെ തലച്ചോറിൽ ഇതൊന്നും സ്റ്റോക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. ഇതൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പരാജയത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട സമയമാണ് നമ്മളിപ്പം. ഈ റമദാനിൽ, ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ ചെയ്ത അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമോ എന്നിങ്ങനെയുള്ളതെല്ലാം ഒരു പരിശോധന നടത്തി അള്ളാഹുവിനോട് കരഞ്ഞ് പറഞ്ഞ് ഹൃദയം നൊന്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഏതാനും നിമിഷങ്ങൾ കൂടി അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമല്ല ഈ റമദാനിൻ്റെ പുണ്യങ്ങളും പരിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങളൊക്കെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ നമ്മളെല്ലാവരും മെനക്കെടണം. അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമ്മളെല്ലാം സമയമില്ലാത്തവരാണ്. ഇപ്പം പണ്ടത്തെ പോലെയൊന്നുമല്ല. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും അവർ പറയുക സമയമില്ല എന്നാ. സമയമുണ്ട്, ധാരാളം സമയമുണ്ട്. 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂർ നമുക്ക് ഫ്രീ ആണ്. ഇതിന് ഒരു ടാക്സ് കൊടുക്കണ്ട. നമ്മൾ ഈ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. അത് കുടുംബത്തിന് വേണ്ടി ചെയ്യണം, അയൽവക്കക്കാർക്ക് വേണ്ടി ചെയ്യണം, നാട്ടുകാർക്ക് വേണ്ടി ചെയ്യണം, നമ്മുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി ചെയ്യണം. ഇതെല്ലാം ചെയ്യണം. കൂട്ടത്തിൽ ഈ 24 മണിക്കൂറിൽ നമ്മൾ സമയങ്ങളില്ല എന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഈ ഒരു ദുനിയാവിന് മാത്രം വേണ്ടി അല്ലെങ്കിൽ ദുനിയാവിൻ്റെ സമ്പത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുള്ള സമയം കളയുക എന്നുള്ളത് നമുക്ക് നൽകിയ അനുവാദം അല്ലേ അല്ല. അള്ളാഹു അങ്ങനെ ഒരു അനുവാദം നൽകിയിട്ടില്ല. നമ്മളെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങളെ അതായത് ഉഖ്രിജത്തിൽ നാസ് ഒരു കാര്യമാണല്ലോ. ഉഖ്രിജത്തിൽ നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് തൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതായത് നമ്മളെ ഖൈറുമ്മത്താക്കിക്കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് അള്ളാഹു പ്രത്യേകം നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഉഖ്രിജത്തിൽ നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് തൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഖൈറുമ്മത്തിന്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ആ ഖൈറുമ്മത്ത് ആരാണ്? നിസ്കരിക്കുന്നവരാണോ? നോമ്പെടുക്കുന്നവരാണോ? ഹജ്ജ് ചെയ്തവരാണോ? ഉംറ ചെയ്തവരാണോ? ഈ ഖൈറുമ്മത്ത് ആരാണ് നമ്മൾ ചിന്തിക്കണ്ടേ?
ഈ ഖൈറുമ്മത്ത് ആരാണെന്ന് അള്ളാഹു പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പഠിപ്പിച്ചത്? തഅ്മുറൂന ബിൽ മഅറൂഫ് തൻഹൗന അനിൽ മുൻകർ. അങ്ങനെ ഒരു കാര്യം അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. നന്മ കൽപ്പിക്കണം, തിന്മ നിരോധിക്കണം. അതാണ് നിങ്ങൾ ഉത്തമ സമുദായമാക്കി അള്ളാഹു നിയോഗിച്ചത്. ഉത്തമ സമൂഹമാക്കാൻ കാരണം അതുകൊണ്ടാണ്. അതാണ് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുന്ന കാര്യം. എന്ത്? നന്മ കൽപ്പിക്കണം, തിന്മ നിരോധിക്കണം. ഏതോ ഒരു ചരിത്രത്തിൽ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഏതോ ഒരു രാജ്യത്ത് വല്ലാതെ അനാചാരങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തിനെ അള്ളാഹു അട്ടിമറിക്കാൻ വേണ്ടി മലക്കുകൾക്ക് ഓർഡർ കൊടുത്തു എന്നുള്ള ഒരു ചരിത്രം ഇങ്ങനെ കേട്ടതാ. എത്രമാത്രം സത്യമാണോ അല്ലെങ്കിൽ എത്രമാത്രം അതിന്റെ ഹദീസുമായിട്ടൊന്നും എനിക്കറിയില്ല. എന്നാലും പക്ഷെ ആ കഥേന്റെ ചുരുക്കത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അതായത് ആ രാജ്യത്ത് നല്ല ഒരു ആലിമുണ്ടായിരുന്നു, നല്ലൊരു പണ്ഡിതൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും ദീനിന്റെ കാര്യത്തിൽ വളരെയധികം കൃത്യനിഷ്ഠത പാലിച്ചുകൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യൻ. അപ്പൊ മലക്കുകൾ അത് പറഞ്ഞിരുന്ന അള്ളാഹിനോട്, ഇങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടല്ലോ റബ്ബേ, എന്ത് ചെയ്യാ? അപ്പൊ അള്ള പറഞ്ഞത്, അദ്ദേഹം അവിടെ ഉണ്ടായിട്ടും ആ നാട്ടിലുള്ള ആളുകൾക്ക് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ നിർദ്ദേശിച്ചില്ലാണ്. അതായത് നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം അയാൾ ചെയ്തില്ല, അതുകൊണ്ട് അയാൾ അടക്കം പോയിക്കോട്ടെ എന്ന് പറഞ്ഞതുപോലെ, അതൊരു ഉദാഹരണമാണ് എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിക്കൊണ്ടാണ് ഖൈറുമ്മത്താക്കിക്കൊണ്ട് അള്ളാഹു നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകി. അത് നമ്മൾ എന്താണ് നന്മ ചെയ്യേണ്ടത്? പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ, അത് നന്മയാണ് ആയിരിക്കണം ചെയ്യുന്നത്, അത് തിന്മയാകാൻ പാടില്ല. അതുപോലെ നമ്മൾ നിരോധിക്കേണ്ടത് തിന്മയായിരിക്കണം നിരോധിക്കേണ്ടത്. ഇതിങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ചെയ്യാതിരിക്കാൻ നമുക്ക് യാതൊരു നിർവാഹവുമില്ല. അത് നമ്മളെ മേലിൽ അടിച്ചേൽപ്പിച്ചല്ല, നമ്മളെ മേലിൽ കടമയാക്കിയ ഒരു നിർബന്ധ ബാധ്യതയാണ് തഅ്മുറൂന ബിൽ മഅറൂഫ് തൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയം ഉണ്ടാവുള്ളൂ. നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രം. എന്നാൽ നിസ്കാരക്കാർക്ക് എന്ന് പറഞ്ഞില്ല, നോമ്പുകാർക്ക് എന്ന് പറഞ്ഞില്ല. അപ്പൊ ഈ നന്മകൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്? അതിൽ പെട്ടതാണ് പരിശുദ്ധ ഖുർആനിലുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക. അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത് അത് ജനങ്ങൾക്ക് എത്തിക്കുക. അതാണ് നന്മ. അതിനെതിരായിട്ട് എന്ത് പ്രവർത്തിക്കുന്നുണ്ടോ അവർ ചെയ്യുന്ന ആ തിന്മക്കാണ് നമ്മൾ എതിരായി സംസാരിക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും. അതാണ് നമ്മളെ ഒരു വിഭാഗം പണ്ഡിതന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്തവ്യം. അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഈ ഖുർആനിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള സനാബിൽ ഖുർആൻ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയ ഒരു പാഠ്യപദ്ധതി. അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മഹത്തായ കാര്യമാണ്. അത് വിവരിക്കുന്ന, അതായത് ആയത്തുകൾ ഓതി അതിൻ്റെ അർത്ഥങ്ങൾ വിവരിച്ച് അതിൻ്റെ തഫ്സീറുകൾ കഴിയുന്നത്ര പറഞ്ഞു തന്ന്, അതുപോലെ അതിൻ്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി തന്ന് ഇങ്ങനെ തുടർന്നു പോകുന്ന പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകൾ. അങ്ങനെ നമ്മൾ തുടങ്ങി വെച്ച ഈ സനാബുൽ ഖുർആൻ പാഠ്യപദ്ധതിയുടെ ഒരു ഭാഗമായി നമ്മൾ കുറച്ച് ആളുകളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നന്മകളാണ് നമ്മൾ ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അതിനുള്ള തക്കതായ പ്രതിഫലം നമ്മളിൽ ആരൊക്കെയാണോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്, ആരൊക്കെയാണോ അതിന് ഉൾക്കൊണ്ട് അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ അള്ളാഹു അതിനുള്ള പ്രതിഫലം നാളെ പരലോകത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ സനാബുൽ ഖുർആന്റെ പാഠ്യപദ്ധതി നമ്മളിങ്ങനെ ഓരോ ദിവസവും പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇപ്പം നമ്മൾ എത്തിയത് സൂറത്ത് ഹാഫിറിലാണ്. സൂറത്ത് നൂറിൽ തുടങ്ങി കഴിഞ്ഞ റമദാനിൽ, ഈ റമദാനായപ്പോൾ സൂറത്ത് ഹാഫിറിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കുറേ സൂറത്തുകളും ആയത്തുകളെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറേ ആയത്തുകളുടെ അർത്ഥം, യാസീൻ സൂറത്തൊക്കെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പ്രത്യേകിച്ച് എടുത്ത് പറയാം, നമുക്ക് സലീം ഉസ്താദിനെ പോലത്തെ പണ്ഡിതന്മാർ നമുക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നപ്പം, അതിൻ്റെ വിശദീകരണം തന്നപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇത്ര വലിയൊരു കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. നമുക്ക് അറിയില്ലായിരുന്നു. അതിൽ പലരും അങ്ങനെ ചിന്തിച്ചവരുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ഈ ഒരു സംവിധാനം നമ്മളെ മുമ്പിൽ നമ്മളിങ്ങനെ കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി. എന്നാൽ നമ്മൾ തുടങ്ങുമ്പോൾ 96 ആളോ മറ്റുള്ള ആ ഒരു പദ്ധതി ഇപ്പോൾ 1000-ന്റെ പുറത്ത് ആളുകളുണ്ടായി. അൽഹംദുലില്ലാഹ്, അത് അള്ളാഹു ചെയ്ത മഹത്തായ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമ്മൾ തട്ടിക്കളയരുത്. കൂടുതൽ ആളുകളെ ഇനിയും
ആ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളിച്ച് അതിലേക്ക് വേണ്ടി ക്ഷണിച്ച് ആരെയും വെറുപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കഴിവിൻ്റെ പരമാവധി എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്നവർ സഹായിച്ചാൽ അതും നമ്മൾ കൈപ്പറ്റി ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് നല്ലൊരു സംരംഭമായി മാറട്ടെ. അടുത്ത റമദാനിൽ നമ്മൾ എന്തെല്ലാം ആയിത്തീരും അതും കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ പണ്ഡിതന്മാരും നമ്മളും അടുത്ത റമദാനിൽ ആരൊക്കെ ബാക്കിയുണ്ടാവും എന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല, പറയാൻ കഴിയില്ല. പക്ഷെ ഈ റമദാനിൽ നമ്മൾ അതിനോടനുബന്ധിച്ച് നമ്മളെ കുറേ പണ്ഡിതന്മാരും നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് അൽഹംദുലില്ലാഹ് ആരും തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നമ്മുടെ കൂട്ടത്തിൽ പല കുടുംബങ്ങളിൽ പലരും നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ ഈ സനാബിൽ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകൾ നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്. കഴിവിൻ്റെ പരമാവധി ഇനിയും നമുക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നാമത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇനിയും അതങ്ങനെ പ്രവർത്തിക്കാനുള്ള കഴിവ് അല്ലാഹു തരട്ടെ. നാളെ പരലോകത്ത് ഇനി ഒന്നും നമുക്ക് ബാക്കിയില്ലെങ്കിലും നമ്മൾ ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം എങ്കിൽ തന്നെ പരിശുദ്ധ ഖുർആന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആയത്തുകളുടെ ഇന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനെങ്കിലും നമുക്ക് കഴിയട്ടെ. അതിനുവേണ്ടി അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ എൻ്റെ ഈ ചെറിയ വാക്കുകളൊക്കെ ഞാനിങ്ങനെ എൻ്റെ കടയിലിരുന്നാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആരെയും ഉപദേശിച്ചതോ നിർദ്ദേശിച്ചതോ ഒന്നുമല്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനിങ്ങനെ എടുത്തു പറയുന്നത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാവരും മനസ്സിലുണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മളെ ഈ റമദാനിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആളുകൾ, ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ വിട്ടുപിരിഞ്ഞു പോയ ആളുകളുണ്ടാവും. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അള്ളാഹു വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു നല്ല ഒരു എന്തായാലും പറയാം, നല്ല ഒരു കഴിവ്, ബുദ്ധിപരമായി ചിന്തിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് അള്ളാഹു നൽകട്ടെ. അതാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. പിന്നെ കൂടുതൽ ഞാൻ മുന്നോട്ട് ഒന്നും പറയുന്നില്ല. ഞാനിത് തന്നെ കണ്ടുണ്ടായിട്ട് ചെറുതായിട്ട് പറഞ്ഞത്, ഞാനിങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഞാൻ പുണ്യങ്ങളുടെ പൂക്കാലവുമായി പരിശുദ്ധ ഖുർആനിലെ നിർദ്ദേശങ്ങൾ, ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത്. പുണ്യങ്ങളുടെ പൂക്കാലവുമായി റമദാനിൽ ഖുർആനിന്റെ സന്ദേശം എന്ന ഒരു പ്രബന്ധം എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞതും. പക്ഷെ അതൊക്കെ എഴുതിയുണ്ടാക്കി പറയാനും വായിച്ച് പറയാനൊക്കെ കുറേ സമയങ്ങൾ വേണം. ഇന്നും തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ട് പറഞ്ഞ 24 മണിക്കൂറുള്ള നമ്മൾ വീണ്ടും പറയുന്നത് സമയക്കുറവുണ്ടെന്നാണ്. പക്ഷെ ആ സമയക്കുറവൊന്നും കണക്കിലെടുക്കാതെ നമ്മളെ ഈ ഒരു കാര്യത്തിലേക്ക് അള്ളാഹു നമുക്ക് ഇത്രയെങ്കിലും എനിക്ക് കഴിവ് തന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങളോട് എല്ലാവരോടും ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതാണ്. അത് ഇതിലൂടെ നിങ്ങൾ അതാ ചങ്ങായി സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അംഗീകരിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം അദ്ദേഹം നമുക്ക് വേണ്ടി ചെറുതാണെങ്കിലും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയെങ്കിലും നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചെറിയ ഈ വാക്കുകൾ സ്വീകരിക്കണം. അത് നിങ്ങളെല്ലാവരും നമ്മളെ നല്ല നാളേക്ക് വേണ്ടി എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മൾക്കും നമ്മളെ കുടുംബങ്ങൾക്കും അല്ലാഹു ഈ ലോകത്തും പരലോകത്തും എല്ലാവിധ നന്മകളും ചൊരിയട്ടെ. ഈ റമദാനിൻ്റെ വിട്ടുപിരിയുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ ഈ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മളെ കുടുംബങ്ങളെയും നരകം എന്ന ആ ഭയാനകമായ അന്തരീക്ഷത്തിൽ കാണിക്കുക പോലും ചെയ്യാതെ നമ്മൾക്ക് സ്വർഗം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മളെ കുടുംബങ്ങളെയും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മളെ കൂട്ടുകുടുംബങ്ങൾ, ആര് തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ എല്ലാവർക്കും എന്ത് തെറ്റുകുറ്റങ്ങളും അവർ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും, എന്തെങ്കിലും അവർ അപാകതകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിലും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കട്ടെ. നമ്മൾക്കും നമ്മളെ കുടുംബങ്ങൾക്കും നാളെ പരലോകത്ത് വെച്ച് ഒരുമിച്ച് കാണാനും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും ഒക്കെ നേരിട്ട് കാണുന്ന ഒരു രംഗം നമുക്ക് അള്ളാഹു നൽകട്ടെ. അതിലൊന്നും കളങ്കങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ. നമ്മൾക്ക് ഈ ഖുർആൻ പാഠ്യപദ്ധതിയുമായി സനാബിലിന് വേണ്ടി സഹകരിച്ച നമ്മളെ എല്ലാവരും, പ്രത്യേകിച്ച് നമ്മളെ പണ്ഡിതന്മാർ,
അസുഖം കാരണം കൃത്യമായിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത സമയങ്ങളിൽ പോലും നമുക്ക് നിർദ്ദേശങ്ങൾ തരികയും അതുപോലെ ഖുർആൻ പാരായണം ചെയ്ത് അർത്ഥം പറഞ്ഞ് അത് വിശദീകരിച്ച് തഫ്സീർ വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞ് ഇങ്ങനെയെല്ലാം നമ്മളെ ദീനി ബോധത്തിലേക്ക് കൊണ്ടുവന്ന പണ്ഡിതന്മാർ, ഇതിൽ ആളുകളെ പേരെടുത്ത് പറയുന്നില്ല, അവർക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് പോലും ക്ലാസ്സുകൾ മുടങ്ങരുത് എന്ന നിലയ്ക്ക് ക്ലാസ് എടുക്കുകയും അത് നമുക്കെല്ലാവർക്കും ഉപകരിക്കുകയും ചെയ്തു. അതൊന്നും മറന്നു പോകാൻ പാടില്ല. അവർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവരുടെ ദീർഘായുസ്, ആഫിയത്ത് എല്ലാം നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ഈ ഗ്രൂപ്പിൻ്റെ വകയും എൻ്റെ വകയും ഞാൻ നിർദ്ദേശിക്കുകയാണ്. അതുപോലെ നമ്മൾക്കിനിയും ഇതേപോലെ പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം അവരുടെ സാന്നിധ്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇന്നലെയും ഇന്നുമായി വളരെയധികം പണിപ്പുരയിലാണ് നമ്മുടെ പണ്ഡിതന്മാരെല്ലാം. അവർ ഊണും ഉറക്കുവഴിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമ്മാന പ്രഖ്യാപനം, അതുപോലെ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത ആളുകളെ അവരെ പാരിതോഷികങ്ങൾ നൽകുന്ന തിരക്ക്, അതിനുള്ള ചോദ്യോത്തരങ്ങൾ തിരയുന്ന തിരക്ക്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായിട്ട് അവർ കെട്ടിമറിയാണ്. പണ്ഡിതന്മാരെ പ്രത്യേകിച്ച് നമ്മൾ കണക്കിലെടുക്കേണ്ടതിൻ്റെ എല്ലാ നിലക്കും അവരെ കണക്കിലെടുക്കണം. കാരണം അവരിൽ കൂടിയാണ് നമ്മൾക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അറിവില്ലായ്മ നമ്മൾക്ക് തന്നെ അറിയാം. നമ്മളറിവുള്ളവരെല്ലാതും അതിൽ നമ്മളറിവിൽ കുറേ പാകപ്പിഴവുകൾ ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ നമുക്ക് തന്നെ അറിയാവുന്നത് കൊണ്ട് അതൊക്കെ തിരുത്തി തരുന്നവരും കൂടിയാണ് നമ്മളെ പണ്ഡിതന്മാർ. അപ്പോൾ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട സമയമാണിത്. ഈ റമദാനിൻ്റെ പുണ്യങ്ങൾ, ഈ പുണ്യ ദിവസത്തിൻ്റെ നിമിഷങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പ്രാർത്ഥന അവർക്ക് കൂടി വേണ്ടിയായിരിക്കണം. ആരും തന്നെ മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്താൽ നമ്മളെ ഈ സംരംഭം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ പണ്ഡിതന്മാർ സഹകരിക്കുന്നുണ്ട്. അതുപോലെ നമ്മളും സഹകരിച്ച് ജനങ്ങളെയും സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയണം. അതിനെല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.